ഇപ്പൊ ഈ ഒരു ഫൈബ്രോയിഡ് അതിന്റെ ഒരു സർജിക്കൽ പ്രോസസ്സിലോട്ട് പോവാണെങ്കിൽ അതെങ്ങനെയാ? സർജിക്കൽ പ്രോസസ്സും അഗെയിൻ പേഷ്യന്റ് ഏത് ഏജ് ഗ്രൂപ്പിലാണ്, പേഷ്യന്റിന്റെ സിംറ്റം എന്താണെന്നെല്ലാം നമ്മൾ അസസ് ചെയ്യും ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ നമുക്ക് മെഡിക്കൽ മാനേജ്മെന്റ് പറ്റാത്ത പേഷ്യന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സിംറ്റം വൈസ് നമ്മൾക്ക് മെഡിക്കൽ മാനേജ്മെന്റിലേക്ക് കൊടുക്കാൻ പറ്റാത്ത പേഷ്യന്റ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ സർജിക്കൽ നമുക്ക് ഒന്ന് ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യുന്ന സർജറി ഉണ്ട്, അല്ലെങ്കിൽ യൂട്രസ് തന്നെ നീക്കം ചെയ്യുന്ന സർജറി ഉണ്ട്. മിക്കവാറും ഇൻഫെർട്ടിലിറ്റി ആയിട്ട്, അതായത് നമുക്ക് കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്ന പേഷ്യൻസ് ആകുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഗർഭപാത്രം വേണം. അങ്ങനെയുള്ളവർക്ക് ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യുക, എന്നിട്ട് പെട്ടെന്ന് കൺസീവ് ചെയ്യാൻ പറയാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. ഈ ഫൈബ്രോയിഡ് നീക്കം ചെയ്യുന്നത് നമുക്ക് ഓപ്പൺ ആയിട്ടും ചെയ്യാം, ലാപ്രോസ്കോപ്പിക് കീ ഹോൾ വഴിയും ചെയ്യാം. ഇനി അതല്ല, ഫാമിലി ഒക്കെ കംപ്ലീറ്റഡ് ആയി, അല്ലെങ്കിൽ ഒരു 40+ ആയി ഏജ്, അപ്പൊ അങ്ങനെയുള്ളവർക്ക് യൂട്രസിനെ കൊണ്ട് ഇനി വലിയ കാര്യമില്ല, ആൻഡ് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫും ആൾട്ടേഡ് ആവുകയാണ്. മാത്രമല്ല, ഇനി ആ ഫൈബ്രോയിഡ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഇനിയും ഫൈബ്രോയിഡ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം വീണ്ടും അവർക്ക് സർജറി ഭാവിയിൽ വന്നേക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കും യൂട്രസ് തന്നെ നീക്കം ചെയ്യേണ്ടി വരും. ആ ടൈമിൽ നമ്മൾ ഓവറി എടുക്കില്ല. ഓവറി നോർമൽ ആണെങ്കിൽ ഓവർ അവിടെ റീറ്റെയിൻ ചെയ്യും. ബിക്കോസ് ഓവറിനെ കൊണ്ട് നമുക്ക് ഈസ്ട്രജൻ കിട്ടുന്നുണ്ട്, ബോൺ പ്രൊട്ടക്റ്റീവ് ആണ്, ഹാർട്ട് പ്രൊട്ടക്റ്റീവ് ആണ്. അപ്പം നമ്മൾ ഓവറി റീറ്റെയിൻ ചെയ്യും, നമ്മൾ യൂട്രസ് മാത്രം നീക്കം ചെയ്യും. അതും നമുക്ക് കീ ഹോൾ വഴി എടുക്കാം, ഓപ്പൺ ചെയ്തിട്ട് എടുക്കാം. അപ്പൊ അത് വൺസ് അത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവോ? വേറെ സർജിക്കലി പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ, അതർവൈസ് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പൊ ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് യൂട്രസ് ഒക്കെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഹെൽത്തി അല്ലാണ്ടാവും. അത് ഈ ഓവറിയും കൂടി എടുക്കുമ്പോഴാണ്. ഓവറിയാണ് നമ്മളെ ഒരു ഈസ്ട്രജൻ എന്നുള്ളൊരു ഫാക്ടറാണ് നമുക്ക് ബോൺ പ്രൊട്ടക്ഷനും ഹാർട്ട് പ്രൊട്ടക്ഷനും ഒക്കെ തരുന്നത്. അപ്പോൾ ഓവറി എടുക്കുമ്പോഴാണ് നമുക്ക് ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരിക. യൂട്രസ് എടുക്കുമ്പോൾ ഷിൽ നോട്ട് ബി മെൻസ്ട്രേറ്റിംഗ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ബാക്കി ഹോർമോൺ അഡ്വാൻറ്റേജ് എല്ലാം നമ്മൾക്ക് ഉണ്ടാകും. ഓക്കെ. അപ്പൊ ഗർഭാശയ മുഴ എന്ന് പറയുന്ന സമയത്ത് എല്ലാ മുഴകളും പ്രശ്നക്കാരനല്ല. അല്ല. അപ്പൊ പ്രശ്നക്കാരനായിട്ടുള്ള മുഴകള് ഡോക്ടേഴ്സ് പറയും അല്ലേ? അതെ. ഈ സ്കാനിൽ തന്നെ നമുക്ക് ഈ ഫൈബ്രോയിഡ് പ്രശ്നമുള്ളതായി മാറുന്നുണ്ടെങ്കിൽ കുറച്ച് ചേഞ്ചസ് മനസ്സിലാവും സ്കാനിൽ. ഞാൻ പറഞ്ഞ പോലെ 99% അധികവും ഈ ഫൈബ്രോയിഡ് പ്രശ്നമില്ലാത്ത മുഴകളാണ്. ലെസ് ദാൻ 1% ആണ് ഇതൊരു പ്രശ്നത്തിലോട്ട് മാറുക. അത് സ്കാൻ ചെയ്യുമ്പം കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാകും, കുറച്ച് ക്യാൻസറിലോട്ട് മാറുന്ന മുഴകളാണ് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഈ ഫൈബ്രോയിഡിന്റെ കേസിൽ ഇപ്പൊ മെഡിക്കൽ മാനേജ്മെന്റ് ആ സീൻ കഴിഞ്ഞ് അതിലൊന്നും ആയിട്ടില്ല, ഇനി അടുത്ത ഒരു സ്റ്റേജ് പോവാന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെയാണ് നമുക്കുള്ള ഓപ്ഷൻസ്? വേറെ ഇപ്പം മെഡിക്കലി മാനേജ് ചെയ്തിട്ട് ഫെയിൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അത് കൂടാണ്ട് തന്നെ മെഡിക്കൽ മാനേജ്മെന്റ് കൊടുക്കാൻ പറ്റാത്ത പേഷ്യൻസും ഉണ്ട്. ഓബ്സ്ട്രക്ഷൻ വരുന്ന കേസിൽ മെഡിക്കൽ മാനേജ്മെന്റ് വലിയ റോൾ വരില്ല. അങ്ങനെയുള്ള എല്ലാ സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ സർജിക്കലി മാനേജ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ സിംഗിൾ ഫൈബ്രോയിഡ് ഒക്കെയാണ്, സൈസ് ഒത്തിരി വലുതൊന്നും അല്ലെങ്കിൽ നമുക്ക് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ വഴി ഫൈബ്രോയിഡ് കളയാൻ പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് സർജിക്കലി നമുക്ക് ഫൈബ്രോയിഡ് മാത്രം എടുത്ത് മാറ്റാം, ഇല്ലെങ്കിൽ യൂട്രസ് അടക്കം എടുത്ത് മാറ്റാം. അപ്പോൾ ഇപ്പോൾ കൺസീവ് ഒന്നും ചെയ്യാത്തൊരു പേഷ്യൻ്റ് ആണ്, ഇൻഫെർട്ടിലിറ്റി കാരണം ചെയ്യുന്നതാകുമ്പോൾ നമ്മൾ ഓബ്വിയസ്ലി ഫൈബ്രോയിഡ് മാത്രം നീക്കം ചെയ്യും, യൂട്രസ് അവിടെ റിട്ടേൺ ചെയ്യും. അത് ലാപ്രോസ്കോപ്പി വഴിയും ചെയ്യാം, തുറന്നിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യാം. അതേപോലെ യൂട്രസ് അടക്കം മാറ്റുന്ന സർജറി ആകുമ്പോഴത്തേക്കും നമുക്ക് കീ ഹോൾ ആയിട്ടും ചെയ്യാം, ഓപ്പൺ ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ആ സിറ്റുവേഷനിൽ നമ്മൾ ഓവറി എടുക്കില്ല, കാരണം ഓവറി ഉണ്ടാക്കുന്ന ഈസ്ട്രജൻ കാരണം ഹാർട്ട് പ്രൊട്ടക്ഷനും ബോൺ പ്രൊട്ടക്ഷനും ഉണ്ട്. അത് അവിടെ റീറ്റെയിൻ ചെയ്തിട്ട് യൂട്രസ് മാത്രം നീക്കം ചെയ്യും. അപ്പൊ ഇത്തരം സർജറികൾ ചെയ്യുന്നതുകൊണ്ട് ആഫ്റ്റർ സർജറി വേറെ എന്തെങ്കിലും നമുക്ക് ഹെൽത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും? ഇല്ല, കീ ഹോൾ ഒക്കെ വഴിയാ ചെയ്യുന്നതാണെങ്കിൽ തന്നെ നമ്മൾ ഒരു 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ പേഷ്യന്റിന് വേഗം തന്നെ ബാക്ക് ടു വർക്കിലോട്ട് പോകാനും പറ്റും. പ്രത്യേകിച്ച് ഹീലിങ്ങിന് ഒന്നും ബുദ്ധിമുട്ട് വരാറില്ല. ഓപ്പൺ ആവുമ്പോൾ കുറച്ച് ദിവസം കൂടി ആ ഹീലിങ്ങിനുള്ള ഒരു വേണ്ടി വരും, വൂണ്ട് ഹീൽ ആവാൻ. അതർവൈസ് വേറെ പ്രശ്നങ്ങളൊന്നും ഇൻ ദ ലോങ് ടേം വരില്ല. ഈ ഫൈബ്രോയിഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ അത് റിമൂവ് ചെയ്യണമെന്നൊക്കെ ഡോക്ടർ പറയുന്ന സമയത്ത് പേഷ്യൻസ് എങ്ങനെയാണ് ലൈക്ക് അവർ റെഡി ആവാറുണ്ടോ, ഡോക്ടർക്ക് അവരെ ഒരുപാട് കൺവിൻസ് ചെയ്യേണ്ടി വരാറുണ്ടോ, അതൊക്കെ എങ്ങനെയാണ്? അത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ ആദ്യം തന്നെ അസസ് ചെയ്യും പേഷ്യന്റ് ഏജ്, നീഡ്, എത്ര ഫൈബ്രോയിഡ്സ് ഉണ്ട്, ഫൈബ്രോയിഡ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെല്ലാം അസസ് ചെയ്തിട്ടാണ് നമ്മളത് സർജിക്കലി വേണമെന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ ചിലവർക്ക് ബുദ്ധിമുട്ടായിരിക്കും സർജറി എന്ന് കേൾക്കുമ്പം. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള പേഷ്യൻസിന് ആദ്യം മെഡിക്കൽ മാനേജ്മെന്റ് കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ കൊടുത്തു നോക്കും. അപ്പൊ പറ്റുന്നില്ല, മെഡിക്കൽ മാനേജ്മെന്റ് ഫെയിൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് നമുക്കൊരു 6 to 1 year ഒക്കെ കൊടുക്കാം മെഡിക്കൽ മാനേജ്മെന്റ്. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് പേഷ്യന്റ് എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് നോക്കാം, അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ മെനോപോസ് അറ്റൈൻ ചെയ്യാൻ പോകുന്ന ലേഡി ആണെങ്കിൽ മെനോപോസ് കഴിഞ്ഞാൽ അത് വളരാൻ പോണില്ലല്ലോ, ആ നാൾ വരെ നമുക്ക് എന്തായാലും മെഡിക്കൽ മാനേജ്മെന്റ് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഒരു സ്ത്രീക്ക് ഇപ്പൊ ഒരുപാട് ഗർഭാശയ മുഴകൾ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഇതിപ്പോ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഒരു സർജറി എന്നുള്ള ഒരു ഓപ്ഷൻ വരുമ്പോൾ അവിടെ ബാക്കി എല്ലാം റിമൂവ് ചെയ്യും? അത് ആ ഒരു പ്രശ്നക്കാരായിട്ടുള്ള ആ ഒരു ഫൈബ്രോയിഡ് ആണോ? ഒരു ഫൈബ്രോയിഡ് ആണ് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഫൈബ്രോയിഡ് മാത്രം.
അല്ലെ ഫൈബ്രോയിഡിന് വേണ്ടി നമ്മൾ സർജറി ചെയ്യണോ ബാക്കി ഫൈബ്രോയിഡുകളും കൂടി നീക്കം ചെയ്യും. നീക്കം എന്താ ചെയ്യും. വെച്ചാൽ അത് ഒബ്വിയസ്ലി വളരുമല്ലോ, നമ്മളത് അവിടെ ഉം. വെച്ച് കഴിഞ്ഞാൽ അത് വളരും, മുന്നോട്ട് പോകും തോറും വളരും. അപ്പം സർജറിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഫൈബ്രോയിഡ് എല്ലാം നീക്കം നീക്കം ചെയ്യും. ചെയ്യും. അങ്ങനെ പക്ഷെ അത് നമുക്ക് ഇനിയും വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഉണ്ട്. പറഞ്ഞു അപ്പൊ കൊടുക്കണം. അതിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത് വേറെ വേറെ ഒന്നും ചെയ്യാൻ എന്തെങ്കിലും പറ്റില്ല. പർട്ടിക്കുലർ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റം ലൈഫ് വരുത്തിക്കൊണ്ടോ സ്റ്റൈലിൽ മാറ്റം വരുത്തുക പറഞ്ഞാൽ ലോ കാർബ് ഫുഡ് കഴിക്കാൻ പറയാം, എക്സസൈസും ഗുഡ് ലൈഫ് നമ്മള് സ്റ്റൈൽ ഫോളോ നോർമലി ചെയ്യാനൊക്കെ ഐഡിയൽ പറയാം. വെയിറ്റ് ഒക്കെ ഫോളോ ചെയ്ത് അങ്ങനെ അല്ലെ അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പറ്റും. ഓക്കെ. ഇപ്പൊ ഈ ഫൈബ്രോയിഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ സ്ത്രീകളുടെ കേസിൽ ഇപ്പോ കണക്കുകൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോ ഒരു 80% സ്ത്രീകളിലും ഈ ഫൈബ്രോയിഡ് ഇഷ്യൂസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ 40% സ്ത്രീകളായിരിക്കും ഒരുപക്ഷെ ഇതിൽ ഭയങ്കര വേഴ്സ്റ്റ് സിനാരിയോ എക്സ്പീരിയൻസ് ചെയ്യും, ട്രീറ്റ്മെന്റ് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ബാക്കി ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കാത്തവരും ഉണ്ടാവും, കാര്യം പെട്ടെന്ന് അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. അതെ എന്നാൽ അവരിലും ഇത് ഭയങ്കരമായ പ്രശ്നങ്ങൾ ചില സമയത്ത് കാണിക്കാറുണ്ട്. അതെ അതെ. അപ്പൊ അങ്ങനെ ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കാത്തവരോട് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ട്രീറ്റ്മെന്റ് എടുക്കാത്തവര് ഒരിക്കലെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ടാവണം. ഉം. അപ്പം ഗൈനക്കോളജിസ്റ്റ് അവരെ എക്സാമിൻ ചെയ്തിട്ടുണ്ടാവണം. സ്കാനിൽ അത് എന്ത് ഫൈബ്രോയിഡ്, എത്ര സൈസുള്ള ഫൈബ്രോയിഡ്, എവിടെ സ്ഥിതി ചെയ്യുന്ന ഫൈബ്രോയിഡ്, എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതിൽ അസസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഉം. ഈവൻ ഇഫ് ആ പേഷ്യൻ്റെ സിംറ്റംസ് ഒന്നും ഇല്ല എന്നാണെങ്കിൽ കൂടി. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ റിയഷ്യൂർ ചെയ്യും ചിലവരെ. Okay. വളരെ ചെറിയ സൈസാണ്, പതുക്കെ വളരുകയും ചെയ്യുള്ളൂ, അപ്പോൾ ഉം. ഇയർലി ഫോളോ അപ്പ് മതിയായിരിക്കും എന്ന് ഉം. പറയും. ഉം. അങ്ങനെ റിയഷ്യൂർ ചെയ്തിട്ടിരിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല, ഇയർലി വന്നാൽ മതി, നമുക്കത് അസസ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഇങ്ങനെ ലൈഫ് ക്വാളിറ്റീനെ ബാധിക്കുന്ന രീതിയിൽ മെൻസ്ട്രൽ ബ്ലീഡിങ് ഉള്ളവരായാലും ഒബ്സ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ഉള്ളവരായാലും ഉറപ്പായിട്ടും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ വേണം. അപ്പൊ അങ്ങനെ ട്രീറ്റ് ചെയ്യാത്തവർക്ക് ഒരു എമർജൻസി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ക്രിട്ടിക്കൽ ഒരു എമർജൻസി വരിക ഈ ഒരു ഫൈബ്രോയിഡ് കാണാം അങ്ങനെ ഇപ്പൊ ഉണ്ടാവാറുണ്ടോ? ചില പേഷ്യൻസ് ഫൈബ്രോയിഡ് അങ്ങനെ മൈൻഡ് ചെയ്യാണ്ടിരുന്നിട്ട് ഒരുപാട് ഫൈബ്രോയിഡ് വളർന്നിട്ട് ഈവൻ നമുക്ക് ടേം പ്രഗ്നന്റ് പേഷ്യൻ്റ് ആയിട്ട് ഉം. തോന്നിക്കുന്ന രീതിയിൽ അത്രയും വണ്ണം വന്നിട്ട് വന്ന കേസ് ഉണ്ട്. ഉം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫൈബ്രോയിഡ് മാത്രം എടുത്ത് യൂട്രസ് സേവ് ചെയ്യാൻ പറ്റണമെന്നില്ല. പറ്റണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈവൻ ഇഫ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഏജ് ഉം. നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ യൂട്രസ് അടക്കം നീക്കം ചെയ്യേണ്ടതായി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഉണ്ട്. ബിക്കോസ് ഓക്കെ. അത്രയും വലിയ ഫൈബ്രോയിഡ് ആയിരിക്കും, നമ്മൾ ചെസ്റ്റ് വരെ എത്തുന്ന രീതിയിൽ ഒരു ടേം പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി എങ്ങനെ ഇരിക്കോ ആ രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് അപ്പൊ നല്ല അതുകൊണ്ട് വലിപ്പമുള്ള നല്ല വലുപ്പത്തിൽ വയറും ആ വയറും വെച്ചിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ടേം പ്രഗ്നൻസി ആണെന്നേ പറയുള്ളൂ. പറയത്തുള്ളൂ. ഓ. ആ രീതിയിൽ വന്നിട്ട് ഉള്ള ആൾക്കാരുണ്ട്. ഉം. അപ്പൊ അവര് അങ്ങനെയുള്ളവര് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ടൈമിൽ എടുക്കുക തന്നെ വേണം. പിന്നെ വൺസ് അത് ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മളത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇയർലി വൺസ് എങ്കിലും അല്ലേ നമ്മളത് വൺസ് എങ്കിലും വന്ന് സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ചെയ്യണം. അപ്പൊ നമ്മൾ കേട്ട ഈ ഒരു ഫൈബ്രോയിഡിന്റെ സീനിലല്ലേ ഇപ്പൊ നമ്മള് ആദ്യം കേൾക്കുമ്പോൾ നമുക്കൊരു പേടി തോന്നും, അയ്യോ എന്റെ ഗർഭാശയത്തിൽ ഒരു മുഴ എന്ന് പറയുമ്പോൾ അത് എല്ലാ ഫൈബ്രോയിഡും നമ്മൾ അങ്ങനെ ഇല്ല പേടിക്കണ്ടില്ല. ഇല്ല ഇല്ല, പക്ഷെ ട്രീറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ട്രീറ്റ് തന്നെ വേണം. വേണം. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഡോക്ടർ വെൽ എക്സ്പ്ലെയിൻ, സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു എൻസി.